വെടിനിർത്തൽ കരാറിലൂടെ സമാധാനം കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾക്ക് ഇസ്രായേൽ തുരങ്കം വെക്കുകയാണ്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഒരു മാസമായി ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നവംബർ 27-നാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചിരുന്നത്. അന്ന് കൊണ്ടുവന്ന കരാറിൽ തെക്കൻ ലെബനനിലെ ആയുധം താഴെ വയ്ക്കാൻ 60 ദിവസമാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നൽകിയിരുന്നത്. എന്നാൽ കരാർ കൊണ്ടുവന്ന് ഇത്ര ദിവസമായിട്ടും 2 പട്ടണങ്ങളിൽ നിന്ന് മാത്രമാണ് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയിരിക്കുന്നത്. ഹിസ്ബുള്ള താവളങ്ങൾക്കെതിരെ ഇസ്രായേൽ തുടരുന്ന ആക്രമണം സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഹിസ്ബുള്ളയുടെ താവളങ്ങൾ തകർത്ത തങ്ങൾ ആയുധം താഴെ വയ്ക്കൂ എന്ന നിലപാടിലാണ് ഇപ്പോഴും ഇസ്രായേൽ. തെക്കൻ ലെബനനിലെ ഇസ്രായേൽ സൃഷ്ടിക്കുന്ന അധിനിവേശ സമ്മർദ്ദങ്ങൾ ഇസ്രായേൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഹിസ്ബുള്ളയെയും മറ്റ് മിലിറ്ററി ഗ്രൂപ്പുകളെയും ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1985-ൽ ഇസ്രായേൽ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. പിന്നീട് ഇത് ഇരുവർക്കുമിടയിലെ തർക്ക കേന്ദ്രമായി മാറുകയും ചെയ്തു. ഇസ്രായേലിന്റെയും ഹിസ്ബുള്ളയ്ക്കും മേലുള്ള ആക്രമണത്തിൽ ദുരന്തമനുഭവിച്ച് ലെബനനിലെ സാധാരണ ജനങ്ങളായിരുന്നു. ആയുധ സംഭരണശാലകളും ഭൂഗർഭ തുരങ്കങ്ങളും ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇസ്രായേൽ സൈന്യം നശിപ്പിക്കുന്നത് തുടരുന്നതിനാൽ തെക്കൻ ലെബനനിലെ സ്ഥിതിഗതികൾ സംഘർഷഭരിതമാണ്. ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി തകർക്കാൻ ഈ നടപടികൾ ആവശ്യമാണെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ സൈന്യം സാധാരണക്കാരുടെ വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് നടത്തുന്ന അക്രമങ്ങളിൽ നിരപരാധികളായ ജനങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് ലെബനൻ അധികാരികൾ ആരോപിക്കപ്പെടുന്നു. 2000-ൽ ഇസ്രായേൽ അവരുടെ സൈന്യത്തെ തെക്കൻ അതിർത്തിയിൽ നിന്നും പിൻവലിച്ചെങ്കിലും അത്രയും നാൾ ഇസ്രായേൽ നടത്തിയ ക്രൂരതകളുടെ അവശേഷിപ്പുകളിൽ നിന്നും ലെബനൻ പൂർണ്ണമായും മോചിതരായിട്ടില്ല. ലെബനനിൽ നിന്നും ഇസ്രായേൽ പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരികയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. യുദ്ധത്തെ തുടർന്ന് നാട് വിട്ടുപോയ നിരവധി ആളുകൾ സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്തുന്നതിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അവർ. വെടിനിർത്തലിലൂടെ ഇസ്രായേൽ പിടിച്ചെടുത്ത പട്ടണങ്ങൾ തിരികെ പിടിച്ച് തങ്ങളുടെ ജനങ്ങൾ ജീവിതം സുരക്ഷിതമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ അവരോടെല്ലാം മുഖം തിരിക്കുകയാണ്. 2023-ൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ 4000-ൽ അധികം ആളുകൾ ലെബനനിൽ കൊല്ലപ്പെടുകയുണ്ടായി. യുദ്ധം മൂർധന്യാവസ്ഥയിലെത്തിയിരുന്നപ്പോൾ 100,000-ലധികം ലെബനീസുകാരാണ് പലായനം ചെയ്തത്. സംഘർഷം എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസത്തിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ തുടർച്ചയായി ഇടറി വീഴുന്നു. ഖത്തറിൽ വെടിവെപ്പ് നിർത്താനും ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള സാധ്യതയെ സംബന്ധിച്ച് ഹമാസുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനോടെ ശനിയാഴ്ച ഗാസയിലുടനീളം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. 26 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസ് പ്രതീക്ഷിച്ചിരുന്നു. ഈജിപ്ത്, അമേരിക്ക, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ഏതാനും മാസങ്ങളായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുകയാണെങ്കിലും ഇസ്രായേൽ അടുക്കുന്നില്ല. നവംബറിൽ വെടിവെപ്പ് നിർത്തൽ കരാർ കൊണ്ടുവന്നതിന് ശേഷം പലതവണ ഇസ്രായേൽ അത് ലംഘിച്ച് വെടിവെപ്പ് തുടർന്നു. ശാശ്വതമായ വെടിനിർത്തലിന് സമ്മതിക്കാനുള്ള ഇസ്രായേലിന്റെ വിമുഖതയാണ് കരാറിലെ പ്രധാന തടസ്സം. കഴിഞ്ഞ മാസം അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളീവർ വർഷാവസാനത്തോടെ ഒരു കരാർ ഉണ്ടാക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ മേഖലയിലെ മറ്റു രാജ്യങ്ങളും സന്ദർശിച്ചിരുന്നു. അതേസമയം 3 മാസമായി സൈന്യം പ്രവർത്തിക്കുന്ന എൻക്ലേവിന്റെ വടക്കൻ അറ്റത്തുള്ള ബെയ്റ്റ് ഹനൂൻ പട്ടണത്തിൽ ഈ ആഴ്ച തങ്ങളുടെ സേന പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഇസ്രായേൽ സൈന്യം ശനിയാഴ്ച ഒരു പ്രസ്താവനയിൽ പറയുകയുണ്ടായി. ഹമാസ് ഉപയോഗിച്ചിരുന്ന സൈനിക സമുച്ചയവും അവർ തകർത്തു. 5 മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ വെടിനിർത്തലിനെത്താനും ജനുവരി 20-ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് ഇസ്രായേലി ബന്ദികളെ തിരിച്ചയക്കാനുമുള്ള പുതിയ നീക്കങ്ങൾക്കിടയിലാണ് ഇസ്രായേലി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പാലസ്തീനികളുടെ എണ്ണത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വർധനവുണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ മനസ്സുവെച്ചാൽ മാത്രമേ കരാർ അംഗീകരിച്ച് ബന്ദികളെ മോചിപ്പിക്കാനാവൂ എന്ന് ഹമാസ് പറയുന്നു. ഹമാസിനെ തകർത്താലേ യുദ്ധം അവസാനിപ്പിക്കാനാകൂ എന്ന് ഇസ്രായേൽ. പൂർണ്ണമായ വെടിനിർത്തലിന് ഇസ്രായേൽ ഇനിയും തയ്യാറായില്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്നും വലിയ തിരിച്ചടികൾ ഇസ്രായേലിന് നേരിടേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല.